ലൈവിലേക്ക് സ്വാഗതം. കേരള പോലീസിലെ ആദ്യ നർക്കോട്ടിക് സ്നിഫർ ഡോഗ് നീലി വിരമിച്ചു. 11 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷമാണ് നീലി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. കേരള പോലീസിന്റെ അഭിമാനവും സംസ്ഥാനത്തെ ആദ്യത്തെ നർക്കോട്ടിക് സ്നിഫർ ഡോഗുമായ നീലി 11 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി. കുയിലുമലയിലെ ഇടുക്കി K9 സ്ക്വാഡ് കെട്ടിട സമുച്ചയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS നിർവഹിച്ചു. 2015 ജൂൺ 30-നാണ് നീലി പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. തൃശൂർ പോലീസ് അക്കാദമിയിലെ 9 മാസത്തെ പരിശീലനത്തിന് ശേഷം ഇടുക്കി ജില്ലാ ഡോഗ് സ്ക്വാഡിലെത്തിയ നീലി ലഹരിമരുന്ന് വേട്ടയിൽ പോലീസിന് കരുത്തായി മാറി. ഔദ്യോഗിക ജീവിതത്തിനിടയിൽ 50ഓളം പ്രധാന ലഹരിമരുന്ന് കേസുകൾ തെളിയിക്കാൻ പോലീസിനെ സഹായിച്ചു. 2017 മുതൽ 2019 വരെയുള്ള കാലയളവിൽ സംസ്ഥാന തലത്തിലെ മത്സരങ്ങളിൽ വിജയിച്ച നാഷണൽ പോലീസ് മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു. വിരമിച്ച നീലിയെ ദത്തെടുക്കാൻ ഹാൻഡ്ലറായ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് മോഹൻ PN സന്നദ്ധത അറിയിച്ച് നീലിയുടെ സംരക്ഷണം ഏറ്റെടുത്തു. രഞ്ജിത്ത് മോഹൻ, ജെറി ജോർജ് എന്നിവരായിരുന്നു നീലിയുടെ ഹാൻഡ്ലർമാർ. ചടങ്ങിൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമ്മാനുവേൽ പോൾ, KP 5ാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് ജിജിമോൻ PM, ഇൻസ്പെക്ടർ സുരേഷ് ബാബു, സബ് ഇൻസ്പെക്ടർ ബിനോയ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.